ആളുകൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റീസെന്റ് ആയിട്ട് സൗദിയിൽ നിന്ന് അലർജിക്ക് വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ എടുത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുന്നു എന്നുള്ളതായിരുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ അലർജി ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജിമ്മിൽ പോയിട്ടൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അലർജി കൂടാനുള്ള മെയിൻ കാരണം അവിടെ ഉണ്ടാകുന്ന ട്രിഗേഴ്സ് ആണ്. ഓവറായിട്ട് AC യൂസ് ചെയ്യുന്ന ഒരു ജിം ആണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അലർജി ട്രിഗർ ചെയ്യാറുണ്ട്. ജിം സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ജിം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കേണ്ടതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസം കൂടുതൽ വേഗത്തിലാവുകയും കൂടുതലായിട്ട് ഈ പൊടിപടലങ്ങളൊക്കെ നമ്മൾ അകത്തേക്ക് ചെല്ലാനും ഇത് കാരണമാവുന്നുണ്ട്. ഇതുവഴി തന്നെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ആദ്യം തന്നെ പോയിട്ട് ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. വാമപ്പ് എക്സസൈസ് ചെയ്തിട്ട് ബോഡി ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം മാത്രം റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് തന്നെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആസ്മ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള അലർജി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർക്ക് ഈ ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ശ്വാസമുട്ടൽ ഉണ്ടാവാനും അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ കൂടാനും ഇത് കാരണമാവാറുണ്ട്. ഇപ്പോൾ ജിം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇത്തരം എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന 4 എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡംബൽ യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ് വളരെ എഫക്റ്റീവ് ആണ്. കാരണം അത് ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ മസിൽസ് മാത്രമല്ല നമ്മുടെ ഇന്നർ കോർ അതുപോലെ തന്നെ ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ നന്നായിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമാജിനറി ചെയറിൽ ഇരിക്കുന്ന പോലെ സ്ക്വാറ്റിംഗ് എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇന്നർ കോറും അതുപോലെ ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ വാൾ പുഷപ്സ് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ഹെവി ആയിട്ട് പോയിട്ടുള്ള പുഷപ്സ് ചെയ്യാതിരിക്കുക. വാൾ പുഷപ്സ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. റെസിസ്റ്റന്റ് ബാൻഡ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വഴി തന്നെ നമ്മുടെ മസിൽ കോർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് നിങ്ങൾ എക്സസൈസ് കഴിഞ്ഞിട്ട് ഉടനെ പോയിട്ട് കുളിക്കാതിരിക്കാൻ ശ്രമിക്കുക. അലർജിയുടെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങൾ വൈകുന്നേരമാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തല കുളിക്കുന്നത് ആ സമയത്ത് ഒഴിവാക്കുക. നിങ്ങൾക്ക് മേല് കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം തല കുളിക്കുന്നത് വഴി തന്നെ തല കൂടുതലായിട്ട് തണുപ്പുണ്ടാകാനും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ട്രിഗർ ചെയ്യാനും അത് കാരണമാവുന്നുണ്ട്. 7 to 10 ആ രാവിലത്തെ ടൈമാണ് അലർജി ഉള്ള ആൾക്ക് കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ആ സമയത്ത് തന്നെ നിങ്ങൾ തല കഴുകാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് സ്ട്രോങ് പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജിമ്മിലേക്കൊക്കെ പോകാതിരിക്കുക. കാരണം അതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്മെല്ല് കിട്ടാനും ഈ അലർജിയൊക്കെ ട്രിഗർ ചെയ്യാനും കാരണമാവാറുണ്ട്. സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോലും ശ്രദ്ധിക്കുക. ബ്രീത്തബിൾ കോട്ടൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്പോർട്സ് വെയർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സ്ഥലത്താണ് എക്സസൈസ് ചെയ്യുന്നെങ്കിൽ അവിടെ പൊടിയും പൂമ്പൊടിയൊക്കെ ഇല്ല എന്നുള്ളത് നിങ്ങൾ 100% ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അലർജിയുള്ള ഏതൊരാൾക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എക്സസൈസ് ചെയ്യാം. കാരണം എക്സസൈസ് ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോർമൽ ആവുക മാത്രമല്ല അലർജി നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അലർജി കാരണം ജിം ഒഴിവാക്കിയ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ.